ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിൽ പാർലമെന്റിൽ വിശദമായ ചർച്ച ആവശ്യപ്പെടാൻ കോൺഗ്രസ്. അതിർത്തി തർക്കത്തിൽ എംപിമാർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. 2 ദിവസത്തെ അവധിക്ക് ശേഷം സഭ ഇന്ന് പുനരാരംഭിക്കും. ലോക്സഭയിൽ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭയിൽ ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ലും ചർച്ച ചെയ്യും. അദാനി സംഭൽ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്നറിയുന്നു. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് ഡൽഹിയിൽ നിന്നും ചേരുന്നു. അതിൽ വെരി ഗുഡ് മോർണിംഗ്. അതിൽ നല്ല തണുപ്പുള്ള പ്രഭാതമാണ്. പതിവ് പോലെ ഇന്നും പാർലമെന്റ് ചൂടുപിടിക്കുമോ ഈ വിവാദ വിഷയങ്ങളെ ചൊല്ലി? അതോടൊപ്പം പുതിയ ചില ആവശ്യങ്ങൾ കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് മോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? സംഭലും ഒപ്പം അദാനിയും ഒക്കെ ഇന്നും വീണ്ടും സഭയിൽ കൊണ്ടുവരുമോ പ്രതിപക്ഷം? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പ്രായമുള്ള ആളുകൾ പറയുന്ന പോലെ റിപ്പോർട്ടിങ്ങും അല്പം പതുക്കെ ആക്കാം എന്ന് തോന്നുന്നു അല്ലേ? അതെ. ഏതായാലും നമ്മളൊന്ന് പതുക്കെ തന്നെ പറയാം. ഈ പാർലമെന്റിൽ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്റ് ചേരുകയാണ്. ഏറ്റവും പ്രധാനമായി പലതരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ആയുധങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് പിന്നെ സഹകരിച്ചു പോകാം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ലോക്സഭയിൽ നിന്ന് ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബിൽ വരികയാണ്. സ്വാഭാവികമായും അത് അമിത്ഷായാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും. അപ്പോഴൊക്കെയും കേരളത്തിൻ്റെ വയനാടിന് സഹായം ലഭ്യമാക്കിയില്ല എന്ന കാര്യം ഉയർത്തി പ്രതിഷേധിക്കാനുള്ള തീരുമാനം കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ എംപിമാർ മുഴുവനായി തന്നെ പാർലമെന്റിൽ പ്രതിഷേധിച്ചേക്കും എന്ന വിവരമുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ പ്രവൃത്തി ദിവസം പാർലമെന്റിൻ്റെ ഇരുസഭകളിലും ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തികളിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സമവായത്തിനായി ഫോർമുല രൂപീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ സംബന്ധിച്ച് നയതന്ത്ര ബന്ധം എന്താണ് എന്നുള്ളത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവിച്ചിരുന്നു. അതിൽ ചില സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഈ അതിർത്തി നിർണ്ണയിച്ചതിലും രണ്ടാമതിപ്പോൾ സമവായ ഫോർമുല രൂപീകരിച്ചതിലും ഇന്ത്യയുടെ ഭാഗത്തേക്ക് ചൈന അല്പം കടന്നിട്ടുണ്ടോ എന്നതിലൊക്കെ കോൺഗ്രസിന് സംശയമുണ്ട്. ഇതിൽ എംപിമാരുടെ സംശയം ദൂരീകരിക്കണം എന്ന ആവശ്യം കോൺഗ്രസ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച വേണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. സംഭലുണ്ട്, അദാനിയുണ്ട്. അദാനി വിഷയം തൽക്കാലത്തേക്ക് വലിയ ചർച്ച വേണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ ധാരണയായെങ്കിലും ആ വിഷയം അവർ വിട്ടിട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. കർഷക സമരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കാനുള്ള തീരുമാനമുണ്ട്. ഏതായാലും സഭ വീണ്ടും 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രക്ഷുബ്ധമാവുകയാണ്. ചർച്ചകൾ കൊണ്ട് സജീവമാവുകയാണ് അരുൺ. ഓക്കെ. അപ്പോൾ പാർലമെന്റിന്റെ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ പുതിയ ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. അതോടൊപ്പം വീണ്ടും അദാനിയും സംഭൽ വിഷയങ്ങളും പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യും. പാർലമെന്റിൽ നിന്നുള്ള വാർത്തകൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം.